प्यारे बच्चों आदाब, कैसे हैं आप? अच्छा है ना? ठीक है ना? സുഖമല്ലേ എല്ലാവർക്കും? ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായി പോകുന്നുണ്ടാവും അല്ലേ? ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 6ാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റിന് ശേഷം നമ്മൾ 2ാമത്തെ യൂണിറ്റിൽ പ്രവേശിച്ച് 2ാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠങ്ങളും ആ പാഠത്തിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതിനകം ചർച്ച ചെയ്തു. ഇന്ന് 2ാമത്തെ യൂണിറ്റിലുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ്, പഠന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചർച്ചയിലേക്ക്, ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഖൈർ മക്തം കർത്താഹു ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ചർച്ച ചെയ്യാമല്ലേ? 2ാമത്തെ യൂണിറ്റിൻ്റെ പേര് പഠേ ഖേലെ. പഠേ ഖേലെ. കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലെ പിന്നെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മ ഉണ്ടാവും പഠയം ബഡേ എന്നൊരു യൂണിറ്റ് 2 ആയിരുന്നു. അതെ, 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് പഠയം ഭടയം എന്നതാണ്. ഇവിടെ പഠയം ഖേലേം എന്നതാണ്, പഠിക്കാം കളിക്കാം എന്നതാണ്. അപ്പോൾ 2ാമത്തെ യൂണിറ്റിൻ്റെ 0 പേജിൽ പഠയം ഖേലേം എന്നൊക്കെ എഴുതി രേഖപ്പെടുത്തിയ ആ പേജിലുള്ളത് ഒരുപാട് കളികളാണ്. ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ആ പാഠം ഇനി എന്താണ് വരുന്നത് ആ യൂണിറ്റ് എന്നുള്ളത്. അതെ, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുപാട് കളികളാണ്, സ്കൂൾ മുറ്റത്തുള്ള കളികളാണ് ഈ 0 പേജിലുള്ളത്. സൂചിപ്പിച്ചതുപോലെ തുടർന്ന് വരുന്ന പാഠങ്ങളിലൊക്കെ ഈ 0 പേജിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഉള്ളത്. 1ാമത്തെ മൊഡ്യൂളിൻ്റെ പേര്, 1ാമത്തെ മൊഡ്യൂൾ പൂൽ ഹേ കഹാം, പൂക്കൾ എവിടെ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരുടെയും സ്കൂളുകളിൽ ഓണാഘോഷം ഉണ്ടാവും. പൂക്കള മത്സരം ഇല്ലാത്തതായിട്ടൊരു സ്കൂളും ഉണ്ടാവില്ല. എല്ലാ സ്കൂളിലും പൂക്കള മത്സരം ഉണ്ടാവാറുണ്ടല്ലോ. ഈ പാഠം തുടങ്ങുന്നത് പൂക്കള മത്സരത്തിന് തയ്യാറെടുക്കുന്ന ശാലിനി എന്ന കുട്ടി വീട്ടിൽ നിന്നും അമ്മയോട് ചോദിക്കുന്നു, അമ്മേ പൂക്കൾ ഞാൻ ബാസാറിൽ നിന്ന് വാങ്ങട്ടെ, അങ്ങാടിയിൽ നിന്ന് വാങ്ങട്ടെ. ഇന്നത്തെ അതെ, ഇപ്പോൾ എല്ലാവരും അങ്ങാടിയിൽ നിന്നാണ് പൂക്കളൊക്കെ വാങ്ങുക. ഓണസദ്യ വരെ അതെ, ആ വിഷയമാണ്. ആ വിഷയം ഈ പാഠത്തിൽ വളരെ വിശാലമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പം ശാലിനി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അമ്മ പറയാൻ, കരീം ചാച്ച, തൊട്ടടുത്ത വീട്ടിലാണ് കരീം ചാച്ച ഉള്ളത്. കരീം ചാച്ചാൻ്റെ വീട്ടിൽ നല്ല ഭാഗമുണ്ട്, ഖൂബ്സൂറത്ത് ഭാഗം, നല്ല മനോഹരമായ പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ പോയി പൂക്കളൊക്കെ പറിച്ചോളൂ, കരീം ചാച്ചയോട് ചോദിച്ചാൽ പൂക്കൾ കിട്ടുമെന്ന് പറയാം. അപ്പോൾ സന്തോഷത്തോടു കൂടി ശാലിനി പൂക്കൾ ശേഖരിക്കാൻ വേണ്ടി കരീം ചാച്ചയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ കരീം ചാച്ചയും ശാലിനിയും തമ്മിലുള്ള അതെ, ഒരു വലിയ ഗുഫ്തഗുവാണ്. എന്നാലും ഈ ഗുഫ്തഗുവിൻ്റെ ഉള്ളിൽ ഇന്നത്തെ കാലത്തിന് യോജിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂക്കൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നു, ഓണസദ്യ പോലും അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നു അല്ലേ. പക്ഷേ അവിടെ ശാലിനി പറയുന്ന ഒരു നല്ല ഒരു മറുപടി, ഈ കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാവുന്ന ഒരു മറുപടി, ഹമാരി സ്കൂൾ മേ ഏക്ക് അച്ഛാ സാ തർക്കാരി കാ ബാഗ് ഹെ അല്ലേ. പിന്നെ ഓണസദ്യക്ക് വേണ്ടിയുള്ള തർക്കാരിയാം ഹം ഖുദ് ഉഗാത്തെ. യെസ്, ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. അതെ, അടുക്കളത്തോട്ടമുള്ളവർ സ്വന്തമായിട്ട് അവർക്ക് വേണ്ട പച്ചക്കറികൾ അവർ തന്നെ ഉണ്ടാക്കുന്ന. അതെ, ഇത് നല്ലൊരു മാതൃകയാണ്. സ്വന്തമായിട്ട് പച്ചക്കറി ഉണ്ടാക്കി ആ പച്ചക്കറികൾ കൊണ്ട് ഓണസദ്യ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു രീതിയാണ്. നമുക്ക് 1ാമത്തെ പ്രവർത്തനം ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഈ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പൂക്കൾ തേടി പോവുകയാണല്ലോ. അതെ, ശാലിനി. അതുകൊണ്ട് തന്നെ ഇതിലെ 1ാമത്തെ പ്രവർത്തനം ഇഷ്ടപ്പെട്ട ഒരു പൂവിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുത്ത് ആ പൂവിനെ കുറിച്ച് 4-5 സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ്. വളരെ സിമ്പിളായ പ്രവർത്തനവും മാത്രമല്ല കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചിത്രം വരയ്ക്കുക എന്നുള്ള. അതെ. അപ്പോൾ ഈ രീതിയിൽ ചിത്രം വരച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് കുട്ടികൾ വളരെ നന്നായിട്ട് ചിത്രം വരക്കുകയും നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
നമുക്ക് ലഭിച്ച ഒരു ചിത്രവും കുറച്ച് സെൻറ്റൻസും ഒന്ന് കാണിക്കാം അല്ലേ? देखिए। मैं मोहम्मद आदिल। गुलाब फूल का नाम गुलाब है, उसका रंग गुलाबी है। गुलाब फूल का राजा है, यह खूबसूरत फूल है। गुलाब एक खुशबूदार फूल है। കണ്ടില്ലേ? ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം. പൂക്കളെല്ലാം കിട്ടി. കരീം ചാച്ചയുടെ ബാഗിൽ നിന്ന് ഒരുപാട് പൂക്കൾ ശേഖരിച്ച് അവയെല്ലാം കൊട്ടയിലാക്കി. കൊട്ടയുമായിട്ട് ശാലിനി എന്ത് ചെയ്യാണ്? സ്കൂളിലേക്ക് പോവാൻ. പോകുന്ന വഴിയിൽ അവളുടെ കൂട്ടുകാരിയായ രാധയെ കണ്ടുമുട്ടി. രാധയെ കണ്ടുമുട്ടുന്ന സമയത്ത് രാധ ചോദിക്കാണ്, ടോക്കരേമേം ക്യാ ഹെ, അല്ലേ? കൊട്ടയിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കാണ്. ഇവിടെ നിന്ന് തുടങ്ങുന്ന അവർ തമ്മിലുള്ള സംഭാഷണം. ഗുഫ്തഗു തയ്യാർ കർണേക്ക് एक സർഗർമി, ഗുഫ്തഗു തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. വളരെ എളുപ്പത്തിലാണ്. ടോക്കരേമേം ഫൂൽ ഹെ, ക്യാ ക്യാ ഫൂൽ ഹെ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ഉഷാറായിട്ട് എഴുതാൻ കഴിയും. ആ രീതിയിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു ഗുഫ്തഗു നമുക്ക് കാണാം. इरादा आदाब शालिनी, टोकरे क्या है? शालिनी आदाब, टोकरे में फूल है। राधा इतने फूल कहाँ से मिले? शालिनी मेरी पड़ोसी रामू चाचा के बाग से मिली। राधा वाह बहुत अच्छा, हम इससे फूकड़म बने। शालिनी हाँ जी, हम स्कूल चले। ഈ പാഠത്തിലെ അവസാനത്തെ പ്രവർത്തനം ഹമാരെ ഗാവ് മേ ഫൂൽ കം ഹോ രഹി ഹെ. ഫൂൽ കം ഹോ രഹി ഹെ, പൂക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തായിരിക്കാം അതിനുള്ള കാരണം? ജി എന്തായിരിക്കാം അതിനുള്ള കാരണം? കാരണങ്ങൾ എഴുതാനാണ് മൂന്നാമത്തെ പ്രവർത്തനം. ഇന്ന് ഗ്രാമത്തിൽ പൂക്കൾ കുറയാനുള്ള കാരണം എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. फूल पौधे लगाने में लोगों को दिलचस्पी नहीं है। रंग बिरंगे फूल बाजार से खरीद सकते हैं। दूसरे रियासतों से फूल हमारे गाँवों में पहुँचते हैं। हमारे रियासत में फूलों की खेती बहुत कम है। ഇത്രയുമാണ് ഒന്നാമത്തെ പാഠമായ ഫൂൽ ഹേ കഹ എന്നതിലുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്കൊന്ന് നോക്കലേ? ജി, രണ്ടാമത്തെ പാഠം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത പാഠം നോക്കാം. അങ്ങനെ പൂക്കളുമായിട്ട് ശാലിനി കൂട്ടുകാരികളോടൊപ്പം സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലെത്തി. ആ സമയത്ത് കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയോട് കൂടി ജിജ്ഞാസയോടെ ഓടി വന്നു. അപ്പോൾ ഈ ഇത്രയും പൂക്കൾ കണ്ടപ്പോൾ അവർ ചോദിച്ചു, ശാലിനി എവിടെ നിന്നാണ് ഇത്രയും പൂക്കൾ? അപ്പോൾ ശാലിനി പറഞ്ഞു, പടോസിയായിട്ടുള്ള കരീം ചാച്ചയുടെ തോട്ടത്തിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പൂക്കളം ഉണ്ടാക്കാം. എപ്പോൾ തുടങ്ങണം? അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാർത്ഥനാ ഗീതം, ഒരു ദ്വായാനസമാണ്. ഹമാരി ദ്വാ എന്ന് തന്നെയാണ് അതിൻ്റെ പാഠത്തിൻ്റെ പേര്. ഓക്കെ, രാത് ദിൻ ഹേ ഖുദാ സേ ഹമാരി ദുആ രാഹ ഇൻസാനിയത്ത് കി ഹമേ തോ ദിഖാ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ദ്വായാനസമാണ്. അപ്പോൾ ഈ ദ്വായനസം വ്യത്യസ്ത രീതികളിൽ പാടാനുള്ളൊരു വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വളരെ മനോഹരമായൊരു രീതി ഒന്ന് കേൾക്കാം. रात दिन है खुदा से हमारे दुआ राह इंसानियत की हमें तो देखा जो समाने में वक्त गुमराह है उनके साये से भी दूर रखना सदा। रात दिन है खुदा से हमारे दुआ राह इंसानियत की हमें तो देखा. ഓക്കെ, അതുപോലെ മറ്റൊരു വർക്കാണ്. 2 വരി കൊടുത്തിട്ട്, അഥവാ ഒരു ഷീറ് കൊടുത്തിട്ട് അതിൽ ഇതിൽ ഷായർ എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ജിസ്തര ചാന്ദ് സൂരജ് സെ ഹെ രോഷ്നി
ഉസ് തര ഹംസെ രോഷൻ ഹെ സാരി ഫിസ. ഈ 2 വരി കൊടുത്തിട്ട് ഈ ഷേറിൽ ഷായർ ഹുദാസെ ക്യാ മാംഗ് രഹാ ഹെ, അഥവാ ആ 2 വരിയുടെ മത്ലബ് എന്താണ്, അതിൻ്റെ മഫ്ഹൂം എന്താണ് എന്നാണ് ചോദ്യം. അത് അപ്ന അൽഫാസ്മേ ലിഖി എന്നാണ്. അപ്പോൾ നമുക്ക് ആ വർക്കിൻ്റെ ഉത്തരത്തിലേക്കൊന്ന് പോവാം. इस शेर उर्दू के मशहूर शायर शबनम कमाली की दुआया नज़म से लिया गया है. इसमें शायर खुदा से मांगता है कि सूरज और चांद जिस तरह हमें रोशनी देती हैं उसी तरह हमारी रोशनी से पूरी दुनिया उजाला दे. शायर इस शेर को बड़ी दिलकश अंदाज में बयान किया है. ഓക്കെ, ഇത്രയുമാണ്. ദ്വായ നസമായതുകൊണ്ട് വർക്കുകൾ കുറവാണ്. പക്ഷേ കുട്ടികൾക്ക് നല്ലോണം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പാട്ടായിരുന്നു. വളരെ ആസ്വദിക്കാൻ കഴിയുന്ന നല്ല രീതിയിൽ, തീർച്ചയായിട്ടും. പൊതുവേ ദ്വായ നസമൊക്കെ നല്ല ഈണത്തിൽ പാടാൻ കഴിയും. ഇപ്പോൾ ഇത് അതുപോലെ തന്നെ വളരെ നല്ല ഈണത്തിൽ പലരും പാടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാം. അടുത്ത പാഠം, 3-ാമത്തെ പാഠം സുനഹിര ജമാന, സുവർണ കാലം. അതായിരുന്നു 3-ാമത്തെ പാഠം ഉണ്ടായിരുന്നത്. ശാലിനിയും കൂട്ടുകാരും ഓണത്തിനുള്ള പൂക്കളം ഒക്കെ തയ്യാറാക്കി. എന്നിട്ട് അവർ ഓണത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണ്. ആ ഒരു നല്ല കാലഘട്ടം, ഓണത്തിന് മഹാബലി വരുന്നതും, ടീച്ചറെ ഓണത്തെക്കുറിച്ച് കുട്ടികളോട് പറയുന്ന ആ ഒരു വിവരണമാണ് അവിടെ ഉള്ളത് അല്ലേ. സുനഹ്ര സമാന അല്ലേ, നല്ല ശാന്തി സമാധാനം കളിയാടുന്ന ആ മഹാബലി ജീവിച്ച ആ കാലഘട്ടത്തെക്കുറിച്ചും അല്ലേ, അദ്ദേഹം ഭരിച്ച ആ ഭരണത്തെക്കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. അതിൽ നമുക്ക് ആദ്യ പ്രവർത്തനം വരുന്നത്, ഓണത്തെപ്പോലെ നമ്മൾ കൊണ്ടാടുന്ന ഒരുപാട് ആഘോഷങ്ങളുണ്ട്, നിരവധി തെഹ്വാറുകളുണ്ട്. ആ തെഹ്വാറുകളുടെ പേര് എഴുതാനാണ് ആദ്യ പ്രവർത്തനമുള്ളത്. त्योहारों के नाम दिवाली, होली, ईद, विशु और ओणम. അതിനുശേഷം അത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസിൽ എഴുതാനും ഉണ്ട്. ഓണത്തെക്കുറിച്ചുള്ള സെൻറ്റൻസ് പാഠത്തിൽ വന്നതുകൊണ്ട് കുറച്ചുകൂടി അത് എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലേ. മാത്രമല്ല നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ കൊണ്ടാടുന്നവരുമാണ് നമ്മൾ, മലയാളികളായ നമ്മൾ. അതുകൊണ്ട് എളുപ്പമായിട്ട് നമുക്ക് അത് ചെയ്യാം. ഇഷാരയും കൊടുത്തിട്ടുണ്ട്, നല്ല സൂചനകൾ എഴുതാൻ പറ്റിയ രീതിയിലുള്ള അതെ തന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ നമുക്ക് ഇത് വെച്ച് അയച്ചു തന്നിട്ടുണ്ട് അല്ല, നല്ല വർക്കുകൾ അവതരിപ്പിച്ച് വീഡിയോ എടുത്ത് അയച്ചു തന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നോക്കാം. ईद. ईद मुसलमानों का त्यौहार है. ईद के दिन सारे लोग नए नए कपड़े पहनते हैं, नमाज के लिए मस्जिद जाते हैं, घर में रिश्तेदार आते हैं, लोग आपस में गले लगाते हैं. इस दिन घर में बिरयानी जैसे मज़ेदार खाना पकाते हैं. बच्चों को मिठाइयाँ और पैसे मिलते हैं. बच्चे मुख्तलिफ खेलों में हिस्सा लेते हैं और खुशी मनाते हैं. നമ്മൾ പറഞ്ഞു ഓണത്തെക്കുറിച്ചാണ്, ഓണ ആഘോഷത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓണത്തിന് നമ്മൾ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ എത്ര കളികളാണല്ലേ, ഓണത്തിന് മാത്രം കാണുന്ന പല കളികളുണ്ട്. ഇന്ന് കളികൾ കണ്ടു, ഇന്ന് നമ്മൾ പുറമേ ഒന്നും കാണൂല, പക്ഷേ ഓണത്തിന് ആ ഒരു കളികൾ ഇഷ്ടം പോലെ അല്ലേ. ഉറിയടി, തവളച്ചാട്ടം അല്ലേ, വടംവലി, ഇതൊക്കെ എന്ത് രസകരമായിട്ടുള്ള ഒരുപാട് കളികൾ ഓണത്തിനുണ്ട്. ആ കളികളുടെ കുറച്ച് പേരുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓണം के दिन मुख्तलिफ खेल, തിരുവാതിര കളി, പുലിക്കളി, ഗഡാമാദ്ന, രസാകശി, പൂക്കളം ബനാന. അതിനുശേഷം 3-ാമത്തെ പ്രവർത്തനം വരുന്നത്, കുറച്ച് ഇഷാറ തന്നിട്ടുണ്ട് പുസ്തകത്തിൽ. അതിന് താഴെ പറയുന്ന
സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ് അല്ലേ? ദേശീയ കളി, ദേശീയ പക്ഷി ഏതാണ്, അല്ലേ? ദേശീയ പഴം ഏതാണ്? അതൊക്കെ ഇഷാറ അവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കത് അതെ അതെ അതെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇത്, അല്ലേ? അതുകൊണ്ട് ആ കാര്യങ്ങൾ പിന്നാരെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതാണ്. कौवल हिंदुस्तान का कौमी फूल है. हॉकी हिंदुस्तान का कौमी खेल है. मोर हिंदुस्तान का कौमी परिंदा है. आम हिंदुस्तान का कौमी फल है. അതിന് ശേഷം വന്നൊരു പ്രവർത്തനം, ഒരു പൂക്കളം കൊടുത്തിട്ട്, പുസ്തകത്തിൽ ഒരു പൂക്കളം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഉള്ള പൂക്കളുടെ പേരെഴുതാനാണ്, അല്ലേ? പൂക്കളെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പൂക്കളെ പേരും റംഗും എഴുതാനാണ് പറഞ്ഞിട്ട്. എളുപ്പമുണ്ട്, വലിയ പ്രയാസമുള്ളതല്ല. പൂക്കൾ മുമ്പ് നമ്മൾ ആ പാഠഭാഗത്തൊന്നും പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതിന് റംഗ് 5ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് അതും എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് നിങ്ങളിൽ നിന്ന് തന്നെ പല കുട്ടികളും ഞങ്ങൾക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം ഒന്ന് നോക്കൂ. आदाब. फूल रंग गेंदा पीला, गुलाब गुलाबी, बीला सफ़ेद, गुले लाला लाल. അടുത്ത പാഠം ഒരു പാട്ടാണ്. മുഹബ്ബത് കി ഷമ്മേ ജലായ ഗെഹം. ശാലിനി സ്കൂളിലെത്തി. അതുമായി ബന്ധപ്പെട്ട സ്കൂളിൽ നിന്ന്, ടീച്ചറിൽ നിന്ന് വിവരങ്ങൾ കിട്ടി. അതിനുശേഷം ഓണക്കളികൾ നടക്കുകയാണ്. അതെ, ഓണപരിപാടി ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള ശാലിനി പാടിയ ഒരു പാട്ടാണ് മുഹബ്ബത് കി ഷമ്മേ. നല്ല രസകരമായ പാട്ട്. ഓക്കെ. മുഹബ്ബത് കി ഷമ്മേ ജലായെങ്കെ ഹം, ഖുദൂറത് ദിലോं से मिठाएंगे हम. मुहब्बत की शम्ए जलाएंगे हम, कुदूरत दिलों से मिटाएंगे हम. ഈ 2 വരികളിൽ 1-2 പദങ്ങൾക്ക് താഴെ അടിവര ഇട്ടിരിക്കുന്നു. അടിവര ഇട്ട പദങ്ങൾ മാറ്റി ഇത് മാറ്റി എഴുതാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി ആ പദങ്ങൾ ഏത് രീതിയിൽ മാറ്റാൻ സാധിക്കുമെന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുഖസുന്ദരമായിട്ട് തന്നെ എല്ലാവരും ഭംഗിയായിട്ട് ഈ കാര്യം ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പാടി അയച്ചു തന്നിട്ടുണ്ട്. അതെ, പാടിയും അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കാം. उल्फत की शमें जलाएंगे हम, नफरत दिलों से मिटाएंगे हम. उल्फत की शमें जलाएंगे हम, नफरत दिलों से मिटाएंगे हम. മറ്റൊരു പ്രവർത്തനം നസ്മാവുമ്പോൾ ഹമ്മാവാസ് അൽഫാസ് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണല്ലോ. ഇതിലെ ചില പദങ്ങൾ നൽകിയിട്ട് അതേ ഹമ്മാവാസുള്ള, അതേ ശബ്ദം വരുന്ന പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഇതും വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ചും ഒരു പദം നൽകിയതുകൊണ്ട് തന്നെ അതിൻ്റെ അതേ രൂപത്തിൽ വരുന്ന മറ്റൊരു പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്നത് വലിയ ബുദ്ധിമുട്ടല്ല. കുട്ടികൾ വളരെ ഈസി ആയിട്ട് പഠിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് ലഭിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. जलाएंगे, मिठाएंगे, पढ़ाएंगे, गुनगुनाएंगे, चमन, वतन, लगन, राजदान, गुलिस्तान, आशियान. അടുത്ത ചോദ്യം, അടുത്ത പ്രവർത്തനം മത്ലബ് എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലേ? വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണിത്. ഒരുപാട് നല്ല നല്ല ആശയങ്ങളുള്ള ഒരു നല്ല മനോഹരമായ ഗീതമാണ്. വത്തൻ ഹേ ഹമാരെ
ഹസീൻ ഗുലിസ്ഥാൻ ഹമാരി മുഹബ്ബത്ത് ക ഹെ റാസിദാൻ എന്ന ഈ വരിയിൽ എന്താണ് ഷായർ പറയുന്നത്? അപ്പിനെ അൽഫാസ് മെ ലിഖിയെ എന്നതായിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ എഴുതിയ ഒരു പ്രവർത്തനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കവിത വന്നാൽ അതിന്റെ മത്തലബ് എഴുതാണ്ടാവും. അതെ, അത് ഇപ്പൊ മുതലല്ല, ഇനി മുതലുള്ള മുകളിലുള്ള ക്ലാസ്സുകളിലേക്ക് മുഴുവനും മത്തലബ് എഴുതാൻ. അപ്പൊ അതിന്റെ ഒരു രൂപം നമുക്ക് പ്രത്യേകം ഇവിടെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനും എല്ലാവരും ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം ഒന്ന് പ്രിയപ്പെട്ട കുട്ടികൾ നല്ലവണ്ണം മനസ്സിലാക്കണം. इस शेर में शायर कहता है कि हिंदुस्तान हमारा वतन है और ये हमारे हसीन गुलिस्तान भी है, हमारी मोहब्बत का राजदान भी है। अल-औरस, इस शेर में शायर हिंदुस्तान और हिंदुस्तानियों के आपस में हुई रिश्तों के बारे में बड़ी दिलकश अंदाज में बयान किया है। അടുത്തത് ഇഷാരകൾ ബ്രാക്കറ്റിൽ നൽകിയ ആ ഇഷാര ഉപയോഗിച്ച് ചെറിയ മിശ്ര തയ്യാർ കർണ ഹെ. മിശ്ര തയ്യാർ കർണ, വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനാണ്. 2 വരി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. മേരി അച്ചി ദാദി അമ്മ, മേരി പ്യാരി ദാദി അമ്മ. അപ്പോൾ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന 2 പദങ്ങൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 4 പദങ്ങൾ അൽഫാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള 2 വരി മേരി അച്ചി ദാദി അമ്മ, മേരി പ്യാരി ദാദി അമ്മ. അതിനുശേഷം ബ്രാക്കറ്റിൽ 4 അൽഫാസ് കൊടുത്തിട്ടുണ്ട്. കഹാനി, സുനാത്തി, ലോറി, സുലാത്തി. ഇത് വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ വരികൾ ഉണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിൽ കുട്ടികൾ നന്നായിട്ട് വരികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. തയ്യാറാക്കിയ വരികളൊന്ന് പരിചയപ്പെടുത്തേക്കോ. मेरी अच्छी दादी अम्मा, मेरी प्यारी दादी अम्मा, कहानी सुनाती दादी अम्मा, मेरी दुलारी दादी अम्मा, लोरी सुलाती दादी अम्मा, मेरी न्यारी दादी अम्मा. അടുത്ത പാഠം റഹ്മോ ഇൻസാഫ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നത് ഓണവുമായി ബന്ധപ്പെട്ടത്. ഓണം മഹാബലി എന്ന് പറയുന്ന രാജാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നീതിമാനായ ഒരു ഭരണാധികാരിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് റഹ്മോ ഇൻസാഫ്. ശിബിരാജാവിൻ്റെ കഥയാണ്. ഇതിൽ ശിബിരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ, ഗ്രാമത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള പരാതികളുമായിട്ട് വരും. അതെ, പ്രജകൾ. അതെ, പ്രജകൾ വരും. പ്രജകൾ വന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ പരാതി പറയും. രാജാവിൻ്റെ തീരുമാനം കേട്ടിട്ട് അവരൊക്കെ സന്തോഷത്തോടു കൂടെയാണ് തിരിച്ചു പോവാറുണ്ടായത്. അതെ. അങ്ങനെ ഇരിക്കെ അവരുടെ ആ രാജകൊട്ടാരത്തിലേക്ക് ഒരു പരുന്ത്, അതുപോലെ പ്രാവ് വരുന്ന ഒരു കഥയാണ്. പ്രാവും പരുന്തും. പരുന്ത് പ്രാവിനെ പിടിക്കാൻ വേണ്ടി വരികയാണ്. വേട്ടയാടി പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവർ തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുകയും രാജാവ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രീതി കണ്ടിട്ട് ആ 2 പേരും സന്തോഷവാനാവുകയും അവർ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക്, അഥവാ അതെ, യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഒരാൾ ഇന്ദ്രദേവനും മറ്റൊരാൾ അഗ്നിദേവനുമായിരുന്നു. അപ്പോൾ ഇതിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ പ്രവർത്തനം കഹാനി കേലിയെ മുനാസിബ് ഉൻവാൻ ലിഖിയെ. അനുയോജ്യമായ തലക്കെട്ട്. അതെ, ഹെഡിങ്. അനുയോജ്യമായ ഒരു തലക്കെട്ട്, കഥക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് എഴുതാനുള്ള. ഈ റഹ്മോ ഇൻസാഫ് എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിലുള്ള തലക്കെട്ട്. അതെ, ഇതുപോലെ ഈ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ രീതിയിൽ തോന്നുന്നു? ഇഷ്ടം പോലെ നമുക്ക് ഒരുപാട് എഴുതാലോ. 1-2 നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, देखिए. नेक राजा, बाज और कबूतर, इंसाफ राजा,
राजा शिबी। മറ്റൊന്ന്, കുട്ടികളിൽ ഈ കഥ എത്രത്തോളം എത്തി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. ഈ കഥയിലുള്ള ഓരോരുത്തർ പറഞ്ഞ സെൻറ്റൻസ് കൊടുത്തിട്ട് ഇത് ആര് പറഞ്ഞതാണ്, കാരണം കുട്ടികൾ എത്രത്തോളം വായിച്ചു, എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രവർത്തനമാണ്, നല്ല പ്രവർത്തനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പ്രവർത്തനവും എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. खुदूर मेरी जान बचाइए कबूतर, मेरी भूख मिटाना भी आपका फर्ज है बस, उसकी जान बचाना भी मेरा फर्ज है राजा शिबी। മറ്റൊരു പ്രവർത്തനം ശാലിനിയുടെ സ്കൂളിൽ നടന്ന ഓണവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയുടെ ഫോട്ടോ എടുത്തിട്ട് ശാലിനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ ധാരാളം കമൻറ്റ് കിട്ടും. ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് ഇങ്ങനെയുള്ള എല്ലാം ഉപയോഗിക്കണം. എല്ലാവരും ഓൺലൈനിലാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ശാലിനിക്ക് കിട്ടിയ കമൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ള പ്രവർത്തനമാണ്. അതെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ച കമൻസുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. वाह बहुत अच्छा, वाह, अरे वाह शालिनी बहुत खूब, मुबारक हो शालिनी। തൊട്ടടുത്ത് ഒരു കഥയുമായി ബന്ധപ്പെട്ട ഒരു കഥയായിരുന്നല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ആ കഥ ഉണ്ടാക്കുക എത്രത്തോളം കുട്ടികൾക്ക് കഴിയും? പിക്ചർ കണ്ടാൽ അതിനെ കഥയിലേക്ക് മാറ്റാൻ. അതെ അതെ. അപ്പോൾ ഇവിടെ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. 4 പിക്ചർ നോക്കിയിട്ട്, ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ താഴെ അതിനുള്ള സഹായകമായിട്ടുള്ള കുറച്ച് ഇഷാരകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഷാരയും ആ ചിത്രവും ഒത്തു നോക്കി ഒരു കഥയുണ്ടാക്കാനുള്ള കുട്ടികളുടെ കഴിവ് എത്രത്തോളം ഉണ്ട് നോക്കാൻ. കുറച്ച് സിമ്പിളായ വർക്കുകളാണ്. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെല്ലാവരും കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ തയ്യാറാക്കി ഹെഡിങ് ഉണ്ടോ? അതെ അതെ, ഹെഡിങ്. അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കിയ ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം. आदाब। चूहा और चिड़िया। एक दिन एक शिकारी आया, चिड़ियों को पकड़ने के लिए जाल फेंका। जाल के अंदर दाना भी चिप गया। दाने खाने के लिए चिड़िया आए और जाल के अंदर फंस गए। उस वक्त एक चूहा वहां आया और जाल काट कर चिड़ियों को बचा दिया। चिड़ियों ने चूहे को शुक्र अदा करके उड़ गए। शुक्रिया। പ്യാരെ ബച്ചോ, നമ്മുടെ 2ാമത്തെ യൂണിറ്റ് അങ്ങനെ ഇവിടെ സമാപിക്കുകയാണ്. അതിൻ്റെ ഒരു വിശദമായ രൂപം നിങ്ങൾ ഇവിടെ കണ്ടു കേട്ടു. അപ്പോൾ ഈ യൂണിറ്റ് വളരെ മനോഹരമായിരുന്നു അല്ലേ? ഇതിൽ കഥ ഉണ്ടായിരുന്നു, അതുപോലെ വളരെ രസകരമായ മനോഹരമായ പാഠം ഉൾക്കൊള്ളേണ്ട കഥയായിരുന്നു. പിന്നെ അതുപോലെ നല്ല ട്യൂണിൽ പാടാൻ പറ്റുന്ന നല്ല 2 പാട്ടുകൾ, അതെ 2 പാട്ടുകൾ ഉണ്ടായിരുന്നു, ഒരു ദ്വായനസമടക്കം. പിന്നെ കളികൾ, ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കളികളെക്കുറിച്ചൊക്കെ പരിചയപ്പെട്ടു. ഏറ്റവും ശരിക്കും അതെ അതെ, അതും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ചുരുക്കത്തിൽ നിങ്ങളുടെ ഭാഗത്ത് 100% നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് ഈ 2ാമത്തെ യൂണിറ്റ്. ഈ യൂണിറ്റ് ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ ഈ വീക്ഷിച്ച നിങ്ങൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ശുക്രിയ. ഖുദാ ഹാഫിസ്.